എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റീയൂണിയൻ വരുന്നു, നഷ്ടപ്പെട്ടത് തിരിച്ചു ലഭിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു ഫയൽ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഈ വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ നീല നിറത്തിലുള്ള കുപ്പി ഫയലായി തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം. റീയൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ റീയൂണിയൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിയുമായിട്ടൊരു അകൽച്ചയെങ്കിലും ഉണ്ടായിരിക്കുന്നു. ആ അകൽച്ച നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങൾ സമ്മാനിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അകൽച്ചയുടെ ദുഃഖം മുഴുവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാരമ്യതയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. തുടക്കത്തിൽ അത് ആദ്യമായിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി. എങ്ങനെ ഞാനിത് മറികടക്കും, എങ്ങനെ ഞാനിത് ഉൾക്കൊള്ളും എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വ്യത്യാസമായിരിക്കുന്നു. നിങ്ങളുടെ മനസ്സ് ആ നോ കോണ്ടാക്ട് സിറ്റുവേഷനെ ദുഃഖത്തോടെ അംഗീകരിച്ചിരിക്കുന്നു. ആദ്യം നിങ്ങൾക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നിങ്ങളത് അംഗീകരിച്ചിരിക്കുന്നു. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നു. ആ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായിരിക്കുന്നതിലൂടെ സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ് ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെയായാലും ആ ദുഃഖം സംഭവിച്ചിരിക്കുന്നു. ആ ദുഃഖം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്, വിഷമിപ്പിക്കുന്നുണ്ട്. ഏറ്റവും രസകരമായ ഒരു സംഭവം അത് തന്നെയാണ്. ആ ദുഃഖം നിങ്ങളെ ചുറ്റുപറ്റി ഉണ്ടെങ്കിലും അത് അംഗീകരിക്കാൻ നിങ്ങളിപ്പോൾ അത് അംഗീകരിച്ചിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയി, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ആദ്യം അത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നിങ്ങൾ അംഗീകരിച്ച് ഇരിക്കുന്നു. ഇപ്പോഴാണ് നിങ്ങൾ ബുദ്ധിപരമായ ഒരു നീക്കവും മനസ്സാന്നിധ്യവും ഉണ്ടായത്. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നു നിന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതിൻ്റെ ഗുണം നിങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെ ആ ബന്ധം പോയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു യാഥാർത്ഥ്യ ബോധ്യം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജി, ആ യാഥാർത്ഥ്യബോധം നിങ്ങൾക്കുണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത്. ഇതേതായാലും നല്ലതിന് തന്നെയാണ് ഈ ചെറിയ ഒരു ഗ്യാപ്പ് ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്. പക്ഷെ അതിവേഗം തന്നെ ഒരു റീയൂണിയനിലേക്കാണ് വരുന്നത്. നിങ്ങൾ ബോധ്യപ്പെടാനുള്ളത് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയൊരു റീയൂണിയനാണ് നിങ്ങളിലേക്ക് സംഭവിക്കാൻ പോകുന്നത്. ആ റീയൂണിയനിലൂടെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അങ്ങനെ തിരിച്ചു പിടിക്കുന്നതിലൂടെ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഉള്ള ബന്ധം ദൃഢമായി മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നു. നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയതെല്ലാം ആ റീയൂണിയനിലൂടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു. നഷ്ടപ്പെട്ടതിൻ്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെട്ടിരിക്കുന്നു. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്കിനി റീയൂണിയനാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ വ്യക്തി ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയോടെ ജീവിക്കാനും സാധിക്കും. അടുത്തതായിട്ട് പ്രാവ് പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങാണ് പറയുന്നത്. നഷ്ടപ്പെട്ടതിൻ്റെ വേദനയോടെ തന്നെയാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇത്രയും സമയമായിട്ടും ഇത്രയും നാളായിട്ടും അത് ബോധ്യപ്പെട്ടിട്ടില്ല. ആ വേദനയുടെ കൊടുമുടിയിൽ തന്നെയാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് ആ വേദന ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. ആദ്യം അറിഞ്ഞപ്പോഴുണ്ടായ അതേ ദുഃഖം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ മനസ്സ് ഒരു യാഥാർത്ഥ്യബോധത്തോടെ അതിനെ കണ്ടെത്തുന്നില്ല. കാരണം മനസ്സിൽ നിങ്ങൾക്ക് അത്രത്തോളം വിഷമം ഉണ്ടായിരിക്കുന്നു, മനസ്സിൽ നിങ്ങൾക്ക് അത്രത്തോളം ദുഃഖം ഉണ്ടായിരിക്കുന്നു. ആ ദുഃഖം നിങ്ങൾക്ക് മറികടക്കാൻ കഴിയുന്നില്ല. ആ ദുഃഖം നിങ്ങളെ സംബന്ധിച്ച് വലിയ ദുഃഖം തന്നെയാണ്.
ആ ദുഃഖത്തിൻ്റെ ആ പാരമ്യതയിൽ തന്നെയാണ് നിങ്ങളിപ്പോഴുള്ളത്. നിങ്ങൾക്ക് ആ ദുഃഖം മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറത്താണ്. ദുഃഖം എത്രയാണോ അതിലേറെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളുണ്ടാകുന്നു. നിങ്ങൾക്ക് ഒട്ടും ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ ദുഃഖം ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. അവഗണിച്ചു പോയ ഒരു ഫീല് നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ അവഗണിച്ച് പോയ ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു, എന്തിനായിരുന്നു തന്നെ ഇങ്ങനെ അവഗണിച്ച് പോയത്? ഈ അവഗണന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിലപ്പുറത്താണ്. ആ അവഗണനയുടെ ആ അനന്തരഫലങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ അവഗണനയുടെ ആ ഒരു മനം മടുപ്പിക്കുന്ന ചിന്തയിലാണ് നിങ്ങളുള്ളത്. പക്ഷേ ആ അവഗണനയിലേക്ക് അതിജീവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വരുവാൻ സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റങ്ങളുണ്ടാക്കി ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടാക്കാനുള്ള ആ ഒരു ശക്തി, ആ ഒരു ബലം, ആത്മബലം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. കാരണം ചെറിയ രീതിയിലാണെങ്കിലും ആത്മബലത്തെ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു. അവഗണന അത്രത്തോളം നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു. ആ അവഗണനയുടെ ആ വലിയ ഫലങ്ങൾ, ആ വലിയ ആഴത്തിലുള്ള ദുഃഖങ്ങൾ, അതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടിയതാണ്. ആ വ്യക്തിയെ നിങ്ങൾ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ വ്യക്തിയോടൊപ്പം ഉള്ള ജീവിതത്തെ നിങ്ങൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നിങ്ങളെ ആ വ്യക്തിയിൽ നിന്ന് അകറ്റാൻ ചില ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ നോ കോൺടാക്ട് സിറ്റുവേഷനും ഈ അകൽച്ചയും ഉണ്ടായത്. പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അകൽച്ചകളെയും ആ ദുഃഖങ്ങളെയും മാറ്റിമറിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തി തിരിച്ചു വരുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള റീയൂണിയൻ ഉണ്ടാകുന്നു. ആ വ്യക്തി യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ കാണുന്നു. യാഥാർത്ഥ്യ ബോധത്തോടെ ജീവിതത്തെ കണ്ട് മുന്നോട്ട് പോകാനുള്ള ആ ഒരു സൗഭാഗ്യം ആ വ്യക്തിക്ക് ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ലഭിക്കുന്നു. എല്ലാ തെറ്റിദ്ധാരണകളും, ആരാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ എല്ലാ തെറ്റിദ്ധാരണകളും മാറി ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് തരംഗത്തോടെ ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. അവഗണിച്ച ആളുകൾ നിങ്ങളിൽ അവഗണിക്കാനുണ്ടായ കാരണത്തേക്കാൾ അപ്പുറത്തേക്ക് നിങ്ങളുടെ ഗുണങ്ങൾ കാണുന്നു. അവർ നിങ്ങളുടെ വില അറിയുന്നത് അവർ നിങ്ങളെ അവഗണിച്ച് മാറി നിന്നപ്പോഴാണ്. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ ഗുണം അവർ നിങ്ങളെ അവഗണിച്ചപ്പോൾ മനസ്സിലാക്കുന്നു. ആ മനസ്സിലാക്കലിലൂടെ അവർ നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വക കിട്ടും. ആരൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ തിരിച്ചടികൾ ലഭിക്കുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.